കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായ മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ഗുണ്ടാതലവൻ പെരുമ്പാവൂർ അനസിന്റെ തോക്ക്. തനിക്ക് തോക്ക് നൽകിയത് പെരുമ്പാവൂർ അനസാണെന്നും 3 വർഷമായി തോക്ക് കൈവശമുണ്ടെന്നും റിയാസ് മൊഴി നൽകി. തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തും. ആലുവ പോലീസ് അറസ്റ്റ് ചെയ്ത റിയാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ടോം കുര്യാക്കോസ് ഉണ്ട്. ടോം, ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടിയാണ് ATS എടുക്കുന്നത്. ഇന്നലെ 4 തോക്ക് പിടിച്ചെടുത്തിരുന്നു. ഇത് 4ഉം അനസിന്റേതെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? പാർവതി, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് കൊച്ചിയിലെ പ്രധാന ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തത്. അതായത് പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ളവരെ വീടുകളിലായിരുന്നു ഇന്നലെ റെയ്ഡ് നടന്നത്. റിയാസിനെ കൂടാതെ ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജി, അതോടൊപ്പം കൊച്ചി ബ്യൂട്ടി പാർക്ക് പ്രതിയായിട്ടുള്ള അൽത്താഫ്, മറ്റൊരു വിശ്വസ്തൻ, ഇത് കൂടാതെ കൽപ്പറ്റ, വയനാട് കൽപ്പറ്റയിൽ റിസോർട്ടിൽ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ്. ഇവിടെ നിന്നും റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ചില വെടിയുണ്ടകളും പിടിച്ചെടുത്തു എന്ന ചില വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ തന്നെ റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലാണ് റിയാസ് പിടിച്ചെടുത്ത തോക്കുകൾ കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റേതെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണം. പ്രധാനമായും അടുത്ത നീക്കം അൽത്താഫിലേക്കാണ്. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതികളിൽ ഒരാളാണ് അൽത്താഫ്. അൽത്താഫിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, പിന്നീട് വിട്ടയച്ചു. എന്തായാലും അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് ATSന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ന്യൂസ് 18 ഇത് സംബന്ധിച്ചുള്ള ഈ പെരുമ്പാവൂർ അനസും അതോടൊപ്പം കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, തെളിവുകളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ചുവട് പിടിച്ചാണ് ATSും പോലീസും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ ഇന്നലെ റെയ്ഡ് നടത്തിയത്. പാർവതി, ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടിയാണ് ATS സ്വീകരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ടോം കുര്യാക്കോസ്.